ഇതൊരു 0.22 എയർ റൈഫിളാണ്. ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ നോക്കി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൽ ലോക്കാവില്ല. ഇവിടെ നിങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ പൊട്ടൂല. അപ്പോൾ ഇതിനകത്തെന്തോ പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ നയിച്ചു പോകും. പിന്നെ ഇതിലെന്താ പക്ഷേ ഇത് പിന്നെ ലേസർ കൊടുത്തിട്ടുണ്ട്. ലേസറിൻ്റെ വയറാണ് നിങ്ങൾ കാണുന്നത്. ഫ്ലെക്സിബിൾ. ഇത് സ്വിച്ച്, ഇത് ലേസറിന് സ്വിച്ച് ചെയ്യും. അത് ഞാൻ പിന്നെ പറയാം. നമുക്ക് ആദ്യം ഒന്ന് അയച്ചു നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവം. അപ്പോൾ ഒരു 8-ൻ്റെ സ്ക്രൂ ആണ് വരുന്നത് ഇവിടെ. ഇപ്പോൾ ഇത് നമ്മൾ അയക്കും. പിന്നെ ഈ സൈഡിലും ഇപ്പോഴത്തെ സൈഡിലും ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അയക്കും. അതിനുശേഷം നമ്മൾ ഈ അലുമിനിയത്തിൻ്റെ ഫ്രെയിം അയക്കണം. അതിന് നമ്മൾ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ റൈഫിൾ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന സാധനമല്ല. പിന്നെ ഇവിടെ സ്പിരിറ്റ് ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അയക്കാനുള്ളത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് അയച്ചിട്ടാണ് നമ്മൾ ബാരൽ ഊരിയെടുക്കുക. അത് എങ്ങനെ വെച്ചാൽ മൈനസിൻ്റെ ഈ ഒരു സ്ക്രൂ അയക്കും. അപ്പോൾ നമുക്ക് ബാരൽ ഊരി എടുക്കാൻ പറ്റും. ഇങ്ങനെ അയച്ചിട്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും. ഇതിലൂടെ അയച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇവനാണ്. നമുക്ക് വേണ്ട സാധനം ഇവിടെ കാണുന്ന 2 പിന്നുണ്ട്. ഈ 2 മെറ്റലിൻ്റെ പീസ്. ഇത് നമ്മൾ പുറത്തേക്ക് തള്ളി കഴിഞ്ഞാൽ ഈ സാധനം വെളിയിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് സ്പ്രിങ് ഉണ്ടാവും, പിസ്റ്റൺ ഉണ്ടാവും, വാഷറൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ട്രിഗർ ഊരിയെടുത്തു. ട്രിഗറിന് ഒരു സ്പ്രിങ് ഉണ്ടാവും. അപ്പോൾ കഴിച്ച് നമ്മൾ ട്രിഗർ ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇതിൻ്റെ 2ാമത്തെ പിന്നാണ്. 2ാമത്തെ പിന്ന് ഊരുമ്പോൾ ഈ സ്പ്രിങ് നല്ല ടെൻഷനിലായിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ? അപ്പോൾ അത് ഇങ്ങനെ പിടിച്ച് ഊരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താഴെ ചൂരിയതാണ്. അപ്പോൾ അതും ഊരിക്കഴിഞ്ഞാൽ അതും കൂടെ ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഈ സാധനം കിട്ടും. ഇവിടെയാണ് നമ്മൾ ട്രിഗറിൻ്റെ സ്പ്രിങ് കൊടുക്കുക. പിന്നെ ഊരിയെടുക്കുമ്പോൾ പിന്നെ മെയിൻ സ്പ്രിങ്, ഇതാണ് മെയിൻ സ്പ്രിങ്. ഇത് ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിഗർ റിലീസ് ചെയ്യുമ്പോൾ പിസ്റ്റൺ പോയിട്ട് അടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സംഭവം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് നമുക്ക് മാറ്റി വെക്കും. പിസ്റ്റണിലുള്ള സാധനമാണിത്. ഇതാണ് പൊട്ടിപ്പോയത്. ഇത് ശരിക്കും പിസ്റ്റണിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ എൻഡിൽ കണ്ടോ ഒരു ഇത്. നമ്മൾ പിസ്റ്റൺ എടുത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പിസ്റ്റൺ. അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇത് സംഭവം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇവിടെയാണ് ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക. ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് പിസ്റ്റൺ സീൽ ഉണ്ടാവും. അപ്പം ഇത് പൊട്ടിപ്പോയ സ്ഥിതിക്ക് സീൽ അതിൻ്റെ അകത്ത് ജാമാണ്. നമ്മൾ ചേമ്പറിൻ്റെ അകത്ത് ജാമാണ്. നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിനകത്ത് ഉണ്ടാവുമല്ലോ, ഇത് വന്നിട്ട് ഇവിടെ ഈ ട്രിഗറിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൽ ലോക്കാവും. ഇതിൻ്റെ ഇടയിൽ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഉണ്ടാവും. ഇതിൽ ലോക്കായിട്ട് നമ്മൾ ട്രിഗർ വലിക്കുന്ന സമയത്ത് റിലീസ് ആവുക. അപ്പോഴാണ് ഇത് പൊട്ടുന്നത്. അങ്ങനെയാണ് ഇതിന് സെറ്റ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ പിസ്റ്റൺ മാറ്റണം, അല്ലെങ്കിൽ ഇത് വെൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയില്ല, നോക്കണം. പിസ്റ്റൺ വാങ്ങാൻ കിട്ടും. അതിന് മുമ്പ് നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളിത് ക്ലീൻ ചെയ്യാനുള്ള
പരിപാടിയുണ്ട്. അപ്പോൾ മണ്ണ് എടുത്തിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചുകൂടെ വേണ്ടി, കുറച്ച് മണ്ണ്. അത് നമ്മൾ കുറച്ച് മണ്ണെണ്ണ വെച്ചിടണം. ഈ കരിയാണ് നമുക്ക്, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് ക്ലീൻ ചെയ്തിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം, ഇല്ലെങ്കിൽ ഇത് പുതിയത് വാങ്ങും. അപ്പോൾ നമുക്കിതാണ് ആദ്യം ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് വാഷർ ഇവിടെ ബ്ലോക്കാണ്, അപ്പോൾ അതും എടുക്കണം. അതൊരു പണിയുണ്ട്. അത് ക്യാമറയിൽ കാണാറില്ല, എന്തായാലും അതും എടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫുള്ള് മണ്ണെണ്ണ ഒഴിച്ചെടുക്കും. മണ്ണെണ്ണ ഒഴിച്ചിട്ട് കൈയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റായിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും സാധനം. പക്ഷെ ഒരുപാട് പഴക്കമുള്ള, പക്ഷെ കുഴപ്പമില്ല, തുരുമ്പൊന്നുമില്ല, നൈസാണ്. ഇത് പ്രൈമർ അടിച്ചിരിക്കുന്നത്, തുരുമ്പല്ല, പ്രൈമർ അടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അടിയിൽ ബ്ലാക്ക് ആണ്. ഓക്കെ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പിസ്റ്റൺ പുതിയ സാധനം വാങ്ങേണ്ടി വന്നു. പഴയത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പഴയത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെൽഡിങ് പൊട്ടിയെന്ന് വിചാരിക്കാം. ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് വെൽഡിങ് പൊട്ടിക്കഴിഞ്ഞാൽ റൈഫിള് മിസ്ഫയർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പഴയത് നമ്മൾ ഒഴിവാക്കും, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി പുതിയ പിസ്റ്റണിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, പുതിയ പിസ്റ്റൺ സീൽ അല്ലെങ്കിൽ വാഷർ ഇടും. ഇത് ലെതർ വാഷറാണ് യൂസ് ചെയ്യുന്നത്. സിന്തറ്റിക് ഫൈബറിൻ്റെ വാഷറുണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൈഫിളിന് ഇരട്ടി പവർ ഉണ്ടാവും, പക്ഷേ ലൈഫ് കുറവായിരിക്കും. ഇത് ലൈഫ് ഉണ്ടാവും, മറ്റേതിന് ഭയങ്കര പെർഫോമൻസാണ് സിന്തറ്റിക് ഫൈബർ വാഷർ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ തൽക്കാലം ലെതർ വാഷറാണ് ഫിക്സ് ചെയ്യുന്നത്. അതിങ്ങനെ ചെയ്യുക, ഒരു മൈനസിൻ്റെ സ്ക്രൂ ഉണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ വേണം അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരിക്കലും ലൂസായിട്ട് പോകാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങും, പിസ്റ്റൻ്റെ ത്രെഡ് പോവും. തിരിച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് പിസ്റ്റൻ്റെ ത്രെഡ് പോവും. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തിട്ട് വേണം അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത്, ഇതിന് നമ്മൾ ഈ ട്യൂബിനകത്തേക്ക് കയറ്റുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറി കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം പുതിയ വാഷറായതുകൊണ്ട്. അതിനുശേഷം കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് മെല്ലെ കയറ്റിവിടുക. പുഷ് ചെയ്യുന്ന സമയത്ത് കൈ ശ്രദ്ധിക്കണം, സൈഡിലെവിടെയും തട്ടാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പിസ്റ്റൻ്റെ ഒരു ചാലില്ലേ, അതും ഇതും കറക്റ്റായിട്ടിരിക്കണം, തിരിഞ്ഞു പോകാൻ പാടില്ല. അതിലൂടെയാണ് നമ്മളെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലാച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ചാല് കറക്റ്റായിട്ട് നോക്കണം. അതൊന്ന് കറക്റ്റായിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ ഇട്ടാലും മതി. പിന്നെ നമ്മളെ മെയിൻ സ്പ്രിങ്ങിന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്പ്രിങ് മാറ്റാത്തത്. നിങ്ങൾ അഴിക്കുന്ന സമയത്ത് സ്പ്രിങ്ങിന് എന്തെങ്കിലും ബെൻഡോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്പ്രിങ് മാറ്റുന്നതായിരിക്കും നല്ലത്. ആ ഒരു ചാലാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞത്. അതിന് ശേഷം ഇത് ലോഡ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാക്കിലിടുന്ന ഒരു സാധനം ഇട്ട് കൊടുക്കണം. അതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്, 2 പിന്ന് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുക. അതുകൊണ്ട് അത് തിരിഞ്ഞു പോകാണ്ട് കറക്റ്റായിട്ട് ഇടണം. ഇവിടെ ഈ 2 ലോക്ക് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിടാനാണ് കുറച്ച് പാട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ പുഷ് ചെയ്തിട്ട് വേണം ഈ 2 പിന്നിടാൻ. ഇത് ഇടുമ്പോൾ ആദ്യം ഈ താഴത്തെ വേണം ഇടാൻ, അതിന് ശേഷം വേണം രണ്ടാമത്തെ ഇടാൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഈ രണ്ടാമത്തെ പിന്നിലാണ് നമ്മൾ ട്രിഗർ ഇടുക. അതുകൊണ്ട് അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇനി നമ്മൾ റൈഫിളിൻ്റെ ഗാർഡിലേക്ക്, അപ്പോൾ നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് പരിപാടി കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചോ. സെറ്റ് കാണും. അപ്പോൾ ഗൈസ് നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എയർ റൈഫിൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും.
നമുക്ക് ഈ ക്യാൻ ഒന്ന് എടുത്ത് നോക്കാം എന്താ ഫീലിന്ന്. ഇനി നമ്മളൊരു ഹാർഡ് സർഫേസിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെല്ലറ്റുകൾ ഇതേപോലെ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പോകും, ചിലപ്പോൾ ഒന്നും എടുക്കാനുണ്ടാവില്ല. പിന്നെ ക്വാളിറ്റി കൂടിയ പെല്ലറ്റ് യൂസ് ചെയ്യുക സർവീസ് കഴിഞ്ഞ റൈഫിളിൽ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.